നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ഒരു പ്രസ്ഥാനത്തോടോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടോ അവർ മുമ്പോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ അവരുടെ ഡിമാൻഡുകളെ ഒക്കെ അംഗീകരിക്കുന്നത് അതൊക്കെ ശരിയാണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണോ അല്ലെങ്കിൽ ബോധ്യപ്പെടുന്നത് കൊണ്ടാണോ അതോ ഒരു മെജോറിറ്റി അവരുടെ ആവശ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ടാണോ നിങ്ങൾ മറ്റുള്ളവരുടെ ഡിമാൻഡുകളെയും ആവശ്യങ്ങളെയും ഒക്കെ അംഗീകരിക്കുന്നത്? അതോ നിങ്ങൾ മനസ്സിൽ എനിക്ക് താല്പര്യമില്ല എന്നാൽ ഒരുപാട് പേർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഞാനും സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണോ നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരുപക്ഷെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന നമ്മുടെ ചിന്താ രീതിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു അദൃശ്യ ശക്തി കൺഫർമിറ്റി എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഫിനോമിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. കൺഫർമിറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ ടേമാണ്. സൈക്കോളജി പഠിക്കുന്നവർക്കും അത് പഠിച്ചവർക്കും ഒക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടേമാണ് കൺഫർമിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഇത് അനുഭവിക്കുകയും ഇതിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൺഫർമിറ്റി എന്ന് അതിനെ ലേബൽ ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. സോ ലെറ്റ്സ് പ്ലേ എ വെരി സ്മോൾ ക്വിക്ക് ഗെയിം. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ദർ ആർ 3 ലൈൻസ്. അതിൽ ഒരെണ്ണം ഇടതുവശത്തും 3 ലൈൻസ് വലതുവശത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തിരിക്കുന്ന ലൈനിൻ്റെ നീളം അതേ അളവിലുള്ള ഏത് ലൈനാണ് വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ഗെയിം. ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നു അല്ലേ? ഇമാജിൻ ദാറ്റ് യു ആർ ഇൻ എ റൂം വിത്ത് അനദർ ഒരു ലെറ്റ്സ് എ ഒരു 7 പേരോടൊപ്പം നിങ്ങളൊരു മുറിക്കകത്തിരിക്കുകയാണ്. ആ മുറിക്കകത്തിരിക്കുമ്പോൾ ഒരു ഇൻസ്ട്രക്ടർ അവിടെ ഒരു ബോർഡിൽ ഈ ലൈനുകൾ കാണിക്കുന്നു. ഇടതുവശത്ത് ഒരു ലൈൻ, വലതുവശത്ത് 3 ലൈനുകൾ. ഇടതുവശത്തുള്ള ലൈനിൻ്റെ അതേ അളവിലുള്ള ലൈൻ വലതുവശത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് എന്ന് പറയുക. ഇതാണ് ഇൻസ്ട്രക്ടർ ആവശ്യപ്പെടുന്നത്. സംഭവം വളരെ ലളിതമാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആദ്യത്തെ ആൾ ഓപ്ഷൻ സി ആണ് എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ അയാൾ എന്തൊരു മണ്ടനാണെന്നുള്ള രീതിയിൽ ആലോചിക്കുന്നു. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, ഇടതുവശത്തിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടും അതിൻ്റെ ഉത്തരം ബി ആണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ അറിയാം. പക്ഷേ രണ്ടാമത്തെ ആളും എഴുന്നേറ്റ് സി എന്ന ഉത്തരം തന്നെ വീണ്ടും പറയുന്നു. അങ്ങനെ മൂന്നാമത്തെ ആളും 4ാമത്തെ ആളും അവിടെ ഇരിക്കുന്ന 6 പേരും സി എന്ന ഉത്തരം പറയുകയും അത് വെറുതെ പറയുന്നതല്ല, നല്ല ആത്മവിശ്വാസത്തോടു കൂടി വളരെ സ്പഷ്ടമായ രീതിയിൽ അൾട്രാ കോൺഫിഡൻസോടു കൂടിയാണ് ആ 6 പേരും പറയുന്നത് ഇതിൻ്റെ ഉത്തരം സി ആണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ഉത്തരം ബി ആണ്. ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ആ ബി എന്ന് പറയുന്ന ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുമോ അതോ ബാക്കി 6 പേരും പറഞ്ഞ തെറ്റായ ഉത്തരമായ സി എന്ന് പറയുന്ന ഉത്തരം നിങ്ങൾ പറയാൻ സന്നദ്ധത കാണിക്കുമോ? ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റിലൂടെ സോളമൻ ആഷ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ 1950കളിൽ കൺഫർമിറ്റി എന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് ആയ ഒരു സംഭവമാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നടത്തിയ പരീക്ഷണം. ഇപ്പോൾ കൺഫർമിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടാവും. അതായത് നമ്മളൊരു ജോലി സ്ഥലത്ത് നിൽക്കുന്നു, അവിടെ ജോലി സ്ഥലത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ അഴിമതി നടത്തുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടമല്ല. ഇത് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളെ ക്രൂശിക്കുന്നതിനുള്ള പരിപാടികൾ തുടങ്ങുന്നു, നിങ്ങളെ പബ്ലിക്കായി അവഹേളിക്കുന്നു, നിങ്ങൾക്കെതിരെ വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമോ അതോ ഈ അഴിമതി നടത്തുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് അവരിൽ ഒരാളായി നിങ്ങൾ മാറുമോ? ഇതാണ് ഇതിൻ്റെ ലബോറട്ടറിയിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ ഒരു സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ റിയലിസ്റ്റിക് വേർഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന സാധനമാണ്. കൺഫർമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, ഒരുപക്ഷെ അത് ജോലി സ്ഥലമാകാം, അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിലാകാം, അതല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ സർവൈവ് ചെയ്യുന്നത് അവിടെ ഓൾറെഡി നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ട് എന്ന് നമ്മൾ വെറുതെ വിഷ്വലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുകയോ ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു നിയമവുമായി അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായി നമ്മൾ ഒത്തുചേർന്ന് പോകുന്നതിനെയാണ് കൺഫർമിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോളമൻ ആഷ് എന്തുകൊണ്ടാണ്
മെജോറിറ്റിയോട് ഒറ്റയ്ക്ക് അഭിപ്രായം പറയുന്ന ആൾക്കാർ ചേരാനുള്ള കാരണം എന്ന് അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിലൂടെ കണ്ടെത്തി വിശദമാക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം ആദ്യം പറയുന്നത്, നമ്മളൊരു കൂട്ടത്തോട് ചേരാൻ ആഗ്രഹിക്കുന്ന പലപ്പോഴും വൈകാരികമായ കാരണങ്ങൾ കൊണ്ടാണ്. വൈകാരികമായ കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ടും സ്വാഭാവികം, ഇപ്പം നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും അമ്മുമ്മയും അപ്പൂപ്പനും അങ്ങനെ നമ്മുടെ സകല കുടുംബ അംഗങ്ങൾക്കും ഒരു അഭിപ്രായം, എന്നാൽ നമുക്ക് മാത്രം മറ്റൊരു അഭിപ്രായം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അഭിപ്രായം ഭൂരിപക്ഷത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ അത് നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, അല്ല എങ്കിൽ അവരോടൊപ്പം ചേർന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം. ഇതിനെ സോളമൻ ആഷ് ടെക്നിക്കലി വിശദീകരിക്കുന്നത് നോമേറ്റീവ് ഇൻഫ്ലുവൻസ് എന്നാണ്. അദ്ദേഹം രണ്ടാമത് മറ്റൊരു കാരണം കൂടി പറയുന്നു. നമ്മൾ മറ്റൊരാളിനോട് ചേരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇൻഫോർമേറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇവിടെ ഇൻഫോർമേറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാവുന്ന ഒറ്റയ്ക്ക്, അതായത് നമ്മൾ ഒറ്റയ്ക്ക് വിചാരിക്കുമ്പോൾ ചിന്തിക്കാൻ കഴിയുന്ന കാര്യത്തെക്കാൾ കൂടുതൽ അറിവും അതുപോലെ തന്നെ പരിചയവും ഒരു ഗ്രൂപ്പിനുണ്ടായിരിക്കും എന്ന ധാരണ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും മെജോറിറ്റിയോട് ചേരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അപ്പോൾ ഒരു മെജോറിറ്റിക്ക് ഒരു മൈനോറിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, മെജോറിറ്റിക്ക് മാത്രമേ ഒരു മൈനോറിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമോ? സെർജ് മോസ്കോവിച്ചി എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് മൈനോറിറ്റിക്ക് ഒരു മെജോറിറ്റിയെ വളരെ ശക്തമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഈ മൈനോറിറ്റി ഒരിക്കലും മെജോറിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒച്ച വെച്ചുകൊണ്ടോ അക്രമം നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ സമരം ചെയ്തോ ഒന്നുമല്ല. അവരുടെ മൈനോറിറ്റി ഇൻഫ്ലുവൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വളരെ സാവകാശത്തിലായിരിക്കും. വളരെ ആത്മവിശ്വാസത്തോടു കൂടി അവർ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ഇവരുടെ അഭിപ്രായത്തെ നോക്കുകയും അതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് വിശ്വസിച്ച് തുടങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിച്ച് തുടങ്ങി അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസിന് മറ്റുള്ളവർ മുതിർന്നാൽ വളരെ സ്വാഭാവികമായി തന്നെ ആ മൈനോറിറ്റി എന്ന് പറയുന്നത് ഒരു മെജോറിറ്റിയായി മാറിക്കൊണ്ടേയിരിക്കും. ഇതിൽ ഏറ്റവും രസകരമായ സംഭവം, ഇത് മെജോറിറ്റി ആണെങ്കിലും മൈനോറിറ്റി ആണെങ്കിലും നമ്മളെ ഈ തരത്തിൽ നമ്മൾ അതിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നതിന് നമുക്ക് കുറേ ഇൻഫർമേഷൻ വേണ്ടി വരും. ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഇൻഫർമേഷൻ പലപ്പോഴും വരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ മീഡിയയിലൂടെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു മെജോറിറ്റി ആണെങ്കിലും മൈനോറിറ്റി ആണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മീഡിയ പ്രവർത്തകർ ഒരുമ്പെട്ടിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാരിലേക്കായിരിക്കും ഈ പറയുന്ന ഏകീകരിക്കപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ടായി വരുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ 2-3 ദിവസം മുമ്പാണ് ഇസ്രായേൽ അവരുടെ നാട്ടിൽ അല്ലെങ്കിൽ ഗാസയിൽ നടക്കുന്ന മനുഷ്യരുടെ യാതനകൾ പുറം ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി വന്ന മാധ്യമ പ്രവർത്തകർക്ക് എതിരെ ടാർഗറ്റ് ചെയ്ത് ബോംബിംഗ് നടത്തി അവരെ കൊലപ്പെടുത്തിയത്. ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഈ പറയുന്ന കൺഫോമിറ്റി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, അതായത് അവർക്ക് പ്രതികൂലമായ അല്ലെങ്കിൽ അവിടെ യാതന അനുഭവിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു കൺഫോമിറ്റി ഉണ്ടാകാതിരിക്കാൻ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകത്തെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയിക്കാൻ എത്തിയ മീഡിയയെ അവർ ഇല്ലാതാക്കിയതിൻ്റെ പുറകിലുള്ള സൈക്കോളജിക്കൽ റീസൺ എന്ന് പറയുന്നത് ഈ കൺഫോമിറ്റി തിയറിയും കൺഫോമിറ്റി പ്രോസസ്സുമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആണോ, അതോ മീഡിയ ആ രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മൾ രണ്ടാമതൊന്ന് ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം പറ്റിയില്ലേ എന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ചു പോകും. ഒരുപക്ഷെ നമ്മൾ അന്തം വിട്ടുപോകും. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഒരാൾ നിരന്തരമായി പത്രത്തിൽ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മീഡിയ ഒരു വിഷയത്തെപ്പറ്റി നിരന്തരം വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു ഇല്യൂഷറി ട്രൂത്ത് ഇഫക്റ്റ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ഫിനോമിനനാണ്. നമ്മൾ നിരന്തരം ഒരു കാര്യം തന്നെ കേട്ടുകൊണ്ടേയിരുന്നാൽ അത് സത്യമാണ് എന്ന ഒരു വിശ്വാസം ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ നിഷ്പ്രയാസം മീഡിയയ്ക്ക് സാധിക്കും. കൺഫോമിറ്റി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്.
അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഭാഗമായി നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മൾ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഓരോ നിമിഷവും നമ്മൾ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ അതിനെ എതിർത്ത് ഒറ്റയാൾ പോരാട്ടങ്ങൾ നടത്തി അതിൽ വിജയിക്കും, ചിലർക്ക് അതിൽ വിജയിക്കാൻ സാധിക്കില്ല. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഇനി മുതൽ നിങ്ങൾ മറ്റൊരാളോട് യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ യഥാർത്ഥ വശത്തെ പരിപൂർണമായും വിശകലനം ചെയ്ത് അതാണ് സത്യം എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണോ, അതോ ഒരുപാട് പേർ അതിനോട് യോജിക്കുന്നു അതുകൊണ്ട് ഞാൻ യോജിക്കുന്നു എന്ന രീതിയിലാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും that would be really a life changing thinking process.